ഹായ്, നമസ്കാരം. ഞാൻ ബോധിയാണ്. എൻ്റെ ഫുൾ നെയിം ശരവൺ ബോധി എന്നാണ്. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതൊക്കെ ഇത് ഞാനെങ്ങും പോയി പഠിച്ചിട്ടോ എടുത്തിട്ടൊന്നുമല്ല. നേരത്തെ ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു. അത് പിന്നെ ഞാൻ തേച്ച് മിനുക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോഴും വരയ്ക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഞാൻ പഠിക്കുവാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവായിരിക്കും. ഞാനിതിൽ പ്രഗത്ഭനൊന്നുമല്ല. ഞാൻ വരച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്തിങ്ങനെ പോവുകയാണ്. ഇതിനോടുള്ള ഇഷ്ടമാണ് കേട്ടോ. പാഷനാണ് ഇതൊക്കെ, ആർട്ടെന്നൊക്കെ പറഞ്ഞത്. കൊമേഴ്സ്യൽ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞാനൊരു 15 വർഷമായിട്ടേ ഉള്ളൂ ഞാനിങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ട്, ആർട്ട് മേഖലയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയത്. എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കളും ഞാൻ ഗുരുക്കന്മാരെ പോലെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രൊഫഷണലായ കുറേ ആൾക്കാർ, കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. അവരെൻ്റെ അടുത്ത സുഹൃത്തുക്കളും സഹോദരന്മാരൊക്കെയാണ്. ഞാൻ അവരോട് അറിയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യും. അവരതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ ചില കണ്ടെത്തലുകളും ഒക്കെയാണ്. എൻ്റെ അക്കാഡമി എൻ്റെ ചുറ്റുപാടുകൾ തന്നെയാണ്, എൻ്റെ പ്രകൃതി തന്നെയാണ്. ഞാൻ ഓരോന്ന് സ്റ്റഡി ചെയ്യുന്നതും എല്ലാം. പിന്നെ ഇവരോടൊക്കെ ഓരോ മീഡിയങ്ങൾ ഉപയോഗിക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ സ്വയം വരച്ച് വളരുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ ഈ ഇടുന്ന വീഡിയോ ഒക്കെ ശരിയാണെന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവോ കാര്യങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ചില കാര്യങ്ങളാണ് ഇടുന്നത്. അപ്പം അത് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നല്ല കമൻറ്റും ബാഡ് കമൻറ്റും ഒക്കെ എനിക്ക് പ്രചോദനമാണ് നൽകുന്നത്. ദയവ് ആരും ചീത്തയൊന്നും വിളിക്കല്ലേ, കാരണം അറിയത്തില്ല ശരിക്കും ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും. അതുപോലെ നല്ലതെന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ മക്കളെ കാണിച്ചു കൊടുക്കുക. ഞാൻ കുട്ടികളെ എനിക്ക് ഇഷ്ടം, കാരണം അവർക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എനിക്കിഷ്ടം. എൻ്റെ ജോലി തന്നെ അത് തന്നെയാണ്, കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുള്ളതാണ്. ഞാൻ ഇത്രയും 35 വർഷം മേളിലാണ് ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടേ. അപ്പോൾ ഇതിന് ഇടയിൽ കിട്ടിയ ചില അറിവുകൾ ഞാൻ വരും തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഡ്രോയിങ്ങും അതുപോലെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ശരിക്കും തരുന്ന ഓരോ സപ്പോർട്ടും എനിക്ക് ഓരോ പ്രചോദനമാണ്. തെറ്റുകൾ തിരുത്തി പോകാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എൻ്റെ തെറ്റുകൾ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറിച്ചിലും കാര്യങ്ങളും എല്ലാം. പിന്നെ നമ്മൾ വലിയ ബുദ്ധിജീവി കലാകാരനൊന്നുമല്ല കേട്ടോ. ഈ രൂപമൊക്കെ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇന്നും ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് ഫ്ലവറിൻ്റെ കേട്ടോ. അതങ്ങനെ ഞാൻ ഇംഗ്ലീഷുകാരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഞാൻ അവർ ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ അനുകരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മളങ്ങ് ചെയ്യുക കേട്ടോ. എല്ലാവരും പറയാം, കുട്ടികളത് മാത്രമല്ല, വരയ്ക്കാൻ വരയോട് ഇഷ്ടമുള്ളവരും പഠിക്കാൻ സാഹചര്യം ഇല്ലാതെ പോയവരും ഒക്കെ ഉള്ളൊരു കാര്യം ഞാൻ പറയാം. മീഡിയങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ പഠിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളങ്ങ് വരയ്ക്കുക. നമ്മളാരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, തെറ്റുണ്ടോ ശരിയോ ഒന്നും നോക്കണം. നമ്മളങ്ങ് വരയ്ക്കുക. വരച്ച് പോകുന്നതോറും നമുക്ക് അതിൻ്റെ തെറ്റുകളും കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഒന്ന് വരച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കി ഇപ്പോൾ എന്താണ് അതിൻ്റെ ഉണ്ടാകുന്ന മിസ്റ്റേക്ക്, എന്താണ് അതിൻ്റെ പോരായ്മ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. നമ്മുടെ മുമ്പിൽ വലിയവരുണ്ട്, അല്ല നമ്മളത് താഴെയുണ്ട് ആൾക്കാർ, അതൊന്നും നമ്മൾ നോക്കണം. നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രമിച്ച് നോക്കുക, നടക്കും. കറക്റ്റ് ടൈമായപ്പോൾ കറണ്ടും പോയി. നേരത്തെ ചെയ്തപ്പോൾ കറണ്ട് അങ്ങ് പോയി. അപ്പോൾ ആ പ്രസീനായിപ്പോയി. ഓക്കെ, പറഞ്ഞു തന്നെ കണ്ടൻറ്റ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യുക. നിങ്ങളും വരച്ചു തുടങ്ങുക. വരയ്ക്കാൻ ഇഷ്ടമുള്ളവരും പഠിക്കാൻ സാഹചര്യമില്ലാതെ പോയവരൊക്കെ ഇതുപോലെ ഞാൻ അവർക്കെല്ലാം പ്രചോദനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ ഇടുന്നത്. ഞാനും ഇങ്ങനെ വരച്ച് പഠിക്കും. എന്നോടൊപ്പം കുറേ പേരോടെ കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരയ്ക്കാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തെറ്റുകൾ തിരുത്തി പരസ്പരം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കും എനിക്കറിയാവുന്ന കാര്യം ഞാനും ഇതുപോലെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. തെറ്റില്ലാത്ത മനുഷ്യനൊന്നും ഇല്ല. എല്ലാവരും ഇപ്പം ഓരോ വർക്കിനും അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും മറ്റൊരാൾ നോക്കുമ്പോഴേ. അപ്പം ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതൊന്നും എല്ലാം ശരിയാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കൊള്ളാം, നല്ല വർക്കാണെന്നൊക്കെ നമ്മൾ പറയുന്നതല്ലാതെ ഇങ്ങനെയൊക്കെ ഇതെല്ലാം എൻ്റെ അറിവില്ലായ്മയായിരിക്കും പറയുന്നത്. നിങ്ങൾ സദയം ക്ഷമിക്കുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യണേ കേട്ടോ. താങ്ക് യു, ബൈ. ചെയ്ത് കാണിക്കാവേ. സംസാരിച്ചതല്ലേ, നമുക്ക് ആദ്യം പേപ്പർ നനച്ചിട്ടേ സംഭവം ചെയ്യാം. ഇംഗ്ലീഷുകാർക്ക് ചെയ്യുന്ന സാധനം കേട്ടോ. നോക്കാം, ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. മലയാളികളും ചെയ്യുന്നതാണ് കേട്ടോ, ഇംഗ്ലീഷുകാർ മാത്രമല്ല. വാട്ടർ കളർ പഠിച്ചിട്ടുള്ളവരെല്ലാം ചെയ്യുന്ന ഈ മെത്തേഡൊക്കെ തന്നെ. പേപ്പർ ഫുള്ള് നനയ്ക്കുക. ഞാൻ സ്കെച്ചും ചെയ്തില്ല കേട്ടോ. സ്കെച്ച് ചെയ്യാതെ ചെയ്യുക. പേപ്പർ അങ്ങോട്ട് നനച്ചു.
ഇത് വേണം കുറേ പേര് ചോദിച്ചു ഇത് പേപ്പറിലാണ് ചെയ്യുന്നത്. ഇത് ഞാൻ സാധാരണ ചാർട്ട് പേപ്പറില്ല 10 രൂപയുടെ, അത് താന്നൊരു പേപ്പറുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇതിന് 8 രൂപ ഉള്ളൂ വരാം കേട്ടോ. കുറേ മേടിച്ചപ്പോൾ എനിക്ക് 8 രൂപ കടക്കാരൻ തന്നു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാം. ഞാനേ സ്കൈ ആണ് ചെയ്യാൻ പോണേ. സ്കൈ എന്നുണ്ടോ? ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന കേട്ടോ. പോകാം, ഇതിനോട് ഒരുമിച്ച് ചെയ്യാന്നേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 മലയോട് വരും. മല ഈ ബ്രഷ് അങ്ങോട്ട് ഉപയോഗിച്ച് വരയ്ക്കാം അല്ലേ. ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കൊണ്ട് മലയോട് കണ്ടോ. ബ്രഷിൻ്റെ പാടുന്നില്ല കേട്ടോ. എവിടുന്ന് തുടങ്ങുന്നത് എവിടുന്ന് നടത്തുന്നൊന്നും അറിയത്തില്ല കേട്ടോ. വാട്ടർ കളറിൻ്റെ പ്രത്യേകത. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു, ഒന്നും നോക്കണ്ട. കളറൊക്കെ എടുത്ത് അങ്ങ് ചുമ്മാ എറിഞ്ഞു. ഭയമുള്ളവർ ചെയ്യരുത്, ഭയങ്കര അപകടം പിടിച്ച കാര്യമാണ്. നമുക്ക് ഇവിടെയും കൂടെ മല അറിയാമല്ലേ. വീട്ടുകാർക്ക് കിടക്കണം, ഞാൻ അതിനിടയ്ക്ക് ഇരുന്നാണ് ചെയ്യുന്നത്. ഹൈലൈറ്റ് ലൈറ്റ് വരുന്നത്, ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ ചെയ്തില്ലേ. ഓക്കെ, ചെറിയൊരു മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ. നമുക്ക് അതിനകത്ത് ലേശം താഴെ ട്രീ ഒക്കെ വരയ്ക്കാൻ നോക്കണം. അങ്ങനെ ട്രീ വരയ്ക്കാൻ നോക്കണേ. ക്രിംസൺ റെഡ്, ഫിറോസി ബ്ലൂ എവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിലൂടെ മിക്സ് ചെയ്തേ. ഫിറോസി ബ്ലൂവും റെഡും ക്രിംസൺ റെഡും കൂടെ ഒന്ന് മിക്സ് ചെയ്തേ. എന്നിട്ടാണ് ആ ട്രീ വരയ്ക്കാൻ പോകുന്നത്. ഇവിടോട്ട് നിൽക്കേ, ദൂരെയൊക്കെ നിൽക്കുന്ന മരങ്ങളൊക്കെ നോക്കണം. എന്ത് രസമാണ് ഈ ഒഴുകി പോകുന്നത്. ലേശം നമുക്കൊരു പേഷ്യൻ ബ്ലൂ കൂടെ ചേർക്കാവേ. ഇതെല്ലാം ചെയ്യുന്നത് വേറൊരു ടെക്നിക്കുണ്ട്, സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. അത് ഞാൻ പറയാം. അപ്പോൾ ഇതങ്ങോട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ
പറഞ്ഞു തരാം. ഇവിടെ കൂടെ മരം വരാനല്ലേ, അതിന് പൊക്കമുള്ള മരം കൂടെ കൊടുത്തത്. സീനല്ലേ. വീണ്ടും ഞാൻ ഫെറസ് ബ്ലൂവും ക്രിംസൺ റെഡും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു. വെള്ളം ചേർക്കുന്നു, ലൂസാക്കുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം കേട്ടോ. ചുമ്മാ ഇങ്ങനെ കളർ വെക്കുമല്ല. ഇവിടെ നിൽപ്പുണ്ട് മരങ്ങൾ കേട്ടോ. അവിടെ നിൽപ്പുണ്ട് ഞാൻ മരങ്ങളൊക്കെ. അത്രയും ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് ഉണങ്ങിയിൽ ഞാൻ അടുത്ത പരിപാടി നടക്കുള്ളൂ. അതുപോലെ ഞാൻ വായി നോക്കിക്കേണ്ടി വരും. വേണം നമുക്കിത് വേറെ സംഭവം ചെയ്യാം. ഇവിടെ സ്കൈയൊക്കെ കണ്ടോ? ഇപ്പോൾ കണ്ടോ? മൂട് കണ്ടോ? ഇല്ലേ, എവിടെ വാട്ടർ കളർ തൊട്ടെന്നോ എടുത്തെന്നൊക്കെ അറിയാനുണ്ടോ? ഇല്ല. നമുക്ക് ഞാൻ മലയ്ക്കൊരു അല്പം ഡാർക്ക് കൂടെ കൊടുക്കാതെ ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെയും കൂടെ സ്ഥലം വേണ്ടേ? ഇവിടെയും കൂടെ അല്പം വേണം. നല്ല ബാലൻസ് ചെയ്തല്ലേ. വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഉണങ്ങി കഴിഞ്ഞിട്ട് വേറെ കുറേ പരിപാടിയും കൂടി ചെയ്യാമായിരുന്നു. നോക്കട്ടെ, ഉണങ്ങുമോ നോക്കട്ടെ. വേണമെങ്കിൽ അല്പം ഡാർക്കൊക്കെ ഇവിടെ ഇങ്ങനെ കയറ്റി കൊടുക്കാം.
വേറെ ആർട്ടിസ്റ്റ് നോക്കുമ്പോൾ ഇതിൽ കൂടുതൽ ചെയ്യാൻ തോന്നും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സംഭവം വന്നേക്കുന്നത് ഇതിനപ്പുറം നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനപ്പുറമൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എന്തെല്ലാം നമുക്ക് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും, അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇത്ര ചെയ്യുന്നുണ്ട്. വേറെ ആർട്ടിസ്റ്റ് നോക്കുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ കുറേ കൂടെ ചെയ്യാമെന്നായിരുന്നു. ഇന്നത് സ്വാഭാവികമാണ് കേട്ടോ. എന്നാലും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് തോന്നുന്ന സ്വാഭാവികമാണ്. അങ്ങനെ ഓരോരുത്തർക്ക് ഞാൻ ആദ്യമേ അതാ പറയാം, ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ ഇതൊന്നും ശരിയാണെന്ന് പറയാൻ പറ്റും, അദ്ദേഹം ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നത് ശരിയാണെന്ന് പറയാൻ പറ്റും. മറ്റൊരാൾ നോക്കുമ്പോഴേ ഈ ഭാവനകളൊക്കെ അല്ല ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. അപ്പോൾ ഒന്നും നമുക്ക് ശരിയാണെന്ന് ഒരാൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് താങ്കൾക്ക് നാളെ ഇത് കാണുന്നവർക്ക് നാളെ തെറ്റായിട്ട് തോന്നാം. വൈറ്റ് കൊണ്ടുള്ള ബേഡ് വേണം ഇതിനകത്ത് പറയും. വൈറ്റ് കളർ ഉണ്ടോ നോക്കട്ടെ, എടുക്കട്ടെ. വൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് കൊണ്ട് വരച്ചോട്ടെ. ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് വൈറ്റ് കൊണ്ട് വരച്ചിട്ട് അറിയുന്നില്ല. പിന്നെ നമുക്ക് ശകലം ഡാർക്ക് സൈഡ് കൂടെ കയറ്റി നോക്കാം, പക്ഷെ വൈറ്റ് അറിയുന്നില്ല. അതിനും പാടല്ലേ, ഉണങ്ങിയിട്ടില്ല അതിൻ്റെ പ്രശ്നം. അപ്പം എന്താണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്രയൊക്കെയുള്ള കളർ വാഷിങ്ങിൻ്റെ ഒരു മെത്തേഡ് ഇതൊക്കെയാണ്. പിന്നെ ഇതിന് ചെയ്ത് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസ് ആണ്, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യുന്നതൊക്കെ. ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ അവരുടെ തിരിച്ചറിവുകളുണ്ട്. ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഈ സാധനം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.